സമാനമായ കരുത്തോടുകൂടെ ജീവിച്ച് നമ്മളുടെ നാടിന്റെ പൊതുമുന്നേറ്റത്തിന്റെ ഭാഗമാകേണ്ട അനന്തവും കൊലപാതക സമാനമായ മരണത്തിനാണ് അദ്ദേഹം വിധേയമാക്കപ്പെട്ടത്. അല്പ ദിവസങ്ങൾക്കിടയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമത്തിൽ ആത്മഹത്യാ കുറിപ്പിന് സമാനമായ അദ്ദേഹത്തിന്റെ ഏറ്റുപറച്ചിൽ ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങളിലേക്കുള്ള വെളിച്ചം വീശുന്ന ഏടായി മാറി. അതായത് ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയം സവിശേഷകരമായി ഡിവൈഎഫ്ഐ ഏതു കാലയളവിലും അപരഭരണ സ്ഥലങ്ങളുടെ സ്വാധീനവും ശക്തിയും ഉപയോഗിച്ച് ഇന്ത്യൻ വർഗീയതയുടെ യാഥാർത്ഥമായ രൂപമായിട്ടുള്ള RSSനെ തുറന്നു കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. ഏത് അനുഭവങ്ങളിലും ഏത് പരിസരങ്ങളിലും RSSന്റെ ശാഖ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അപരമത വിദ്വേഷത്തിന്റെയും മനുഷ്യത്വ വിരുദ്ധതയുടെയും കേന്ദ്രമാണ്. ആ പ്രത്യശാസ്ത്രത്തെ പ്രസരിപ്പിക്കുന്ന വിഷം പടർത്തുന്ന പണം വിടർത്തിയാർന്ന ഒരു സർപ്പമാണ് എന്നുള്ളത് പല കാലങ്ങളിൽ ഡിവൈഎഫ്ഐ തൊണ്ടപൊട്ട് മാവച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ പ്രത്യേകത എന്താണ്? നമ്മളുടെ മുമ്പിൽ അതിശക്തമായ തെളിവുകളോടുകൂടെ തന്നെ കൊലപാതകത്തിനിരയാകേണ്ടവന്ന, അതായത് ലക്ഷണമൊത്ത RSSന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രചാരക സംഘത്താൽ നിതീഷ് കുരുള ഉൾപ്പെടെയുള്ള പ്രചാരക നേതൃത്വത്താൽ കൊലപാതകത്തിന് വിധേയമാകേണ്ടവന്ന അനന്തുവജി നമ്മൾ ഒത്തുചേരുന്നതിന് കേവലം മണിക്കൂറുകൾക്ക് പുറകിൽ കേരളത്തിന്റെ പൊതുസംവാദ സ്ഥലിക്ക് പബ്ലിക് ഡൊമൈന് മുമ്പിൽ അദ്ദേഹം മരണമൊഴി എന്നതുപോലെ റെക്കോർഡ് ചെയ്ത സചിത്ര ദൃശ്യങ്ങൾ ഇന്നലെ മുതൽ പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി. ഏതെങ്കിലും സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായിട്ടല്ല കൊലപാതകത്തിന് വിധേയമാകേണ്ടവന്ന യുവ പ്രതിഭ നൊന്നു തല്ലുന്ന വേദനയോടുകൂടെ പറയുന്നു, തനിക്ക് ഈ കൊലപാതകത്തിന് വിധേയമാകേണ്ട വന്നത് ഇന്ത്യൻ വർഗീയതയുടെ കേരളീയ രൂപമായിട്ടുള്ള നിതീഷ് കുരുളി ഉൾപ്പെടെയുള്ള RSSന്റെ വിഷലിപ്തതയാർന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയിലാണ്. ഇത് ഏതെങ്കിലും ഒരു RSSന്റെ ശാഖയിൽ സാങ്കേതികമായി നടത്തപ്പെട്ട ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയുന്നതാണോ? ഇപ്പോഴിവിടെ സൂചിപ്പിച്ചതുപോലെ വിഷലിപ്തമായ കൗണ്ടർ പ്രചരണങ്ങൾ ഇന്ത്യൻ വർഗീയത മറ്റേതു കാര്യങ്ങളിലും ഉയർത്താറുള്ളത് പോലെ, തങ്ങൾ പ്രതിസന്ധിയിലാകുന്ന ഏത് വിഷയത്തിലും പ്രതികരിക്കാറുള്ളത് പോലെ ഇവിടെയും അപരമത വിദ്വേഷത്തിന്റെ വിഷം വമിപ്പിക്കുന്ന 100 നുണകളുമായി ഇന്ത്യൻ വർഗീയത ഇതിനോടകം നമ്മുടെ സംവാദ സ്ഥലികൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുകയാണ്. ഞാൻ അത്തരം വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. മനുഷ്യൻ നടക്കുമ്പോൾ കാലിനടിയിൽ ചവിട്ടിയരച്ച് കളയുന്ന പുല്ലിന്റെ പോലും വിലയില്ലാത്ത കുയുക്തികളാണ് ഇതിനെ സംബന്ധിച്ച ഇന്ത്യൻ വർഗീയതയുടെ പൊൻകുന്നത്തെയും കാഞ്ഞിരപ്പള്ളിയിലെയും ഒക്കെ നേതാക്കന്മാർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്താണ് പ്രത്യേകത? നരക സാഹചര്യത്തിലെ ഉള്ളവകൾ എന്ന് പറയുന്നത് കേരളത്തിൽ RSSന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച ഏറ്റവും ഗവേഷണ സമാനമായ പുസ്തകങ്ങളിൽ ഒന്നാണ്. ഇവിടെ വിശദീകരിക്കപ്പെട്ടതുപോലെ ഏതെങ്കിലും ഒരു ശാഖയിൽ പോയി പ്രവർത്തനം ആരംഭിച്ച് അവസാനിപ്പിക്കുമ്പോൾ നേരിടേണ്ട വന്ന അനുഭവങ്ങൾ, പീഡനങ്ങൾ, അതിനെ സംബന്ധിച്ചല്ല കൊലപാതകത്തിന് ഇരയാകേണ്ടവന്ന ഈ മിടുമിടുക്കനായ പ്രതിഭ നമ്മളോട് സംവദിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട RSSന്റെ പ്രചാരക സംഘത്തിന് RSSൽ നേതൃപദവിയെ സൃഷ്ടിക്കാൻ മാത്രം പര്യാപ്തമായ ക്യാമ്പുകളാണ് ITC, OTC ക്യാമ്പുകൾ എന്നൊക്കെ പറയുന്നത്. ദിവസങ്ങളോളം നീണ്ടുനിന്ന വീടുമായി സമ്പൂർണമായി ബന്ധം വിച്ഛേദിച്ച ക്യാമ്പിൽ തന്നെ ദിവസാന്തരങ്ങൾ, ദിനരാത്രങ്ങൾ കഴിച്ചു കൂട്ടേണ്ട വരുന്ന അനുഭവങ്ങളാണ് ഈ ക്യാമ്പുകളുടെ പ്രത്യേകത. ഈ ക്യാമ്പുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട RSSന്റെ പ്രചാരക സംഘത്തിന്റെ ഭാഗമായി പോയ ആളാണ് ഈ കൊലപാതകത്തിന് ഇരയാകേണ്ടവന്ന അനന്തുവജി. അപ്പോഴോ ആ പ്രചാരക സംഘത്തെ നയിക്കാൻ, അവർക്ക് ക്ലാസ് പകർന്നു കൊടുക്കുവാൻ, എന്താണ് RSS എന്ന് പഠിപ്പിക്കുവാൻ, അതിന്റെ ആയോധനകൾ പരിശീലിപ്പിക്കുവാൻ, അതിന്റെ അപരമത വിദ്വേഷം, അതിന്റെ പ്രത്യശാസ്ത്ര അടിത്തറ, അതിന്റെ ദാർശനിക വിശദാംശങ്ങൾ പകർന്നു കൊടുക്കുവാൻ എത്തിയിട്ടുള്ള ആ പ്രചാരക സംഘത്തെ നയിക്കാൻ പര്യാപ്തമായ നേതൃത്വമാണ്. ആ നേതൃത്വത്തിൽ നിന്നാണ് ഈ പ്രതിഭയ്ക്ക് അത്യന്തം ദുരന്തപൂർണമായ അനുഭവങ്ങളെ നേരിടേണ്ടതായി വരുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കാം. കക്ഷി രാഷ്ട്രീയത്തിന്റെ സങ്കുചിത കള്ളികളിൽ വെച്ചിട്ടല്ല, മറിച്ച് വിശാലമായ മാനവികതയുടെ പരപ്പിൽ വെച്ചിട്ട് ഈ വിഷയങ്ങളെ പരിശോധിച്ചു നോക്കാൻ. എന്റെയും നിങ്ങളുടെയും കുടുംബങ്ങളിൽ, ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന ഗ്രാമനഗരാന്തരങ്ങളിൽ സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥി, ഒരു പ്രതിഭ, നമ്മളിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി ഇതേപോലെ ദയാരഹിതമായ വേട്ടയാടപ്പെടൽ ഇരയാകപ്പെടുമ്പോൾ ഞാനും നിങ്ങളും ആരോടൊപ്പം നിലയുറപ്പിക്കും? നമ്മൾ ഏത് ചേരിയിൽ നിലയുറപ്പിക്കും? നമ്മൾ ഏത് പക്ഷത്ത് നിലയുറപ്പിക്കും? അന്തസ്സുള്ള മനുഷ്യൻ RSSലുണ്ടെങ്കിൽ അത് മറ്റൊരു വിഷയമാണ്. അന്തസ്സുള്ളവരെങ്ങനെ RSS ആകും? അത് അപകടപൂർണമായ ചോദ്യമാണ്. എന്നിരുന്നാൽ പോലും RSSന് കൂടെ അപവാദമായി അന്തസ്സുള്ള ആരെങ്കിലും ഒരാളെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ തള്ളിപ്പറയാൻ തയ്യാറാകില്ലേ?